ഓം ശ്രീ സായിരാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം. രാമകഥാ രസവാഹിനി ഭാഗം 26, അധ്യായം 26, ഉപരോധം. പ്രശ്നോത്തരിയും തത്വസംഹിതയും. പ്രശ്നോത്തരി. രാമൻ്റെ വാനരസേനയെ എങ്ങനെ വിന്യസിക്കാൻ തീരുമാനിച്ചു? 4 ഭാഗിച്ച് കിഴക്കേക്കോട്ടയിൽ നളൻ, ദക്ഷിണ ഗോപുരത്തിൽ അംഗദൻ, പശ്ചിമ കവാടത്തിൽ ഹനുമാൻ, ഉത്തര കവാടത്തിൽ ശ്രീരാമൻ എന്നിങ്ങനെ നേതൃത്വം നൽകുവാൻ തീരുമാനിച്ചു. വാനരസേനയുടെ യുദ്ധകാഹളം എന്തായിരുന്നു? രാമനാമം. രാത്രിഞ്ചരന്മാരായ രാക്ഷസൻ, അകമ്പൻ, അതികായൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഇരുട്ടത്ത് ജാലവിദ്യകളിലൂടെ ആക്രമിച്ചപ്പോൾ രാമൻ എന്തു ചെയ്തു? രാമൻ ആഗ്നേയാസ്ത്രം രാക്ഷസനുണ്ടാക്കിയ ഇരുട്ടിലേക്ക് അയച്ച് അതിൻ്റെ പ്രഭാവം അവിടെ മുഴുവൻ പ്രകാശപൂർണമാക്കി. മാല്യവാൻ ആരായിരുന്നു? രാവണൻ്റെ മാതാമഹനും മന്ത്രിയുമായിരുന്നു. മാല്യവാൻ രാവണനോട് എന്താണ് പറഞ്ഞത്? രാമൻ പുരുഷോത്തമനാണെന്നും ഹിരണ്യാക്ഷനെയും ഹിരണ്യകശിപുവിനെയും വധിച്ചത് ഇതേ രാമൻ തന്നെയാണെന്നും പറഞ്ഞു. മേഘനാഥൻ ആരായിരുന്നു? രാവണപുത്രനും ലങ്കയിലെ സൈന്യാധിപന്മാരിൽ മുഖ്യനും പരാക്രമിയുമായ യോദ്ധാവുമായിരുന്നു. മേഘനാഥൻ്റെ മറ്റൊരു പേരെന്താണ്? ഇന്ദ്രജിത്ത്. മേഘനാഥൻ ആരുമായിട്ടാണ് ഏറ്റുമുട്ടിയത്? ലക്ഷ്മണനോട് ഏറ്റുമുട്ടി. മേഘനാഥൻ ഏത് ആയുധം പ്രയോഗിച്ചാണ് ലക്ഷ്മണനെ ബോധഹീനനാക്കിയത്? ബ്രഹ്മാവിൽ നിന്ന് ലഭിച്ച ശക്തി എന്ന ആയുധം. ലക്ഷ്മണന്റെ ശരീരമെടുക്കാൻ ശ്രമിച്ചിട്ട് മേഘനാഥൻ പരാജയപ്പെട്ടത് എന്തുകൊണ്ട്? ആദിശേഷന്റെ അവതാരമായ ലക്ഷ്മണനെ ശ്രീരാമന്റെ കാരുണ്യം സിദ്ധിച്ചവർക്ക് മാത്രമേ എടുക്കുവാൻ സാധിക്കുകയുള്ളൂ. ലക്ഷ്മണനെ രാമസവിധത്തിൽ എത്തിച്ചത് ആരാണ്? രാമനാമം ജപിച്ചുകൊണ്ട് ഹനുമാൻ. ജാമ്പവാൻ എന്താണ് ഉപദേശിച്ചത്? ലങ്കയിൽ നിന്നും സുഷേണൻ എന്ന വൈദ്യനെ വരുത്തി ലക്ഷ്മണനെ എത്രയും പെട്ടെന്ന് ചികിത്സ നൽകണം എന്ന്. സുഷേണൻ വിളിച്ചാൽ വന്നില്ലെങ്കിലോ എന്ന് കരുതി ഹനുമാൻ എന്തു ചെയ്തു? സുഷേണൻ ഇരിക്കുന്ന ഗൃഹം തന്നെ പൊക്കിയെടുത്തുകൊണ്ട് രാമൻ്റെ താവളത്തിലെത്തിച്ചു. ഔഷധം കൊണ്ടുവരാൻ ആരാണ് പോകുന്നത്? ഹനുമാൻ. കാലനേമി രാവണനോട് എന്തു പറഞ്ഞു? രാമനെ ജയിക്കുവാൻ അസാധ്യമായതിനാൽ അഭയം പ്രാപിക്കുവാൻ രാവണനെ ഉപദേശിച്ചു. കാലനേമി എന്തു ചെയ്തു? ജാലവിദ്യ കൊണ്ട് മനോഹരമായ ഉദ്യാനവും തടാകവും സൃഷ്ടിച്ച് ഒരു ഋഷിയുടെ വേഷത്തിലിരുന്നു. ഔഷധത്തിൻ്റെ പേരെന്താണ്? ഏത് പർവ്വതത്തിലാണതുള്ളത്? മൃതസഞ്ജീവനി. ദ്രോണപർവ്വതത്തിൽ. ഹനുമാൻ വെള്ളം കുടിക്കാനായി തടാകത്തിലിറങ്ങിയപ്പോൾ എന്തുണ്ടായി? ഒരു മുതല കാലിൽ പിടിച്ചു. ഹനുമാൻ അതിനെ കൊന്നപ്പോൾ ഒരു ദിവ്യരൂപം പ്രത്യക്ഷപ്പെട്ടു. അതൊരു ശാപമോക്ഷം ലഭിച്ച ഗന്ധർവനായിരുന്നു. കാലനേമി ആരാണ്? ശാപം സിദ്ധിച്ച വേറൊരു ഗന്ധർവൻ. ശാപവും ശാപമോക്ഷവും എന്തായിരുന്നു? ഇന്ദ്രസഭയിലെ 2 ഗന്ധർവന്മാർ ദുർവാസാവിൻ്റെ ശാപത്താൽ കാലനേമിയായും മുതലയായും ലങ്കയിൽ രാക്ഷസന്മാരുടെ കൂടെ താമസിച്ചു. ത്രേതായുഗത്തിൽ രാമദാസനായ ഹനുമാൻ മൃതസഞ്ജീവനി അന്വേഷിച്ചു വരുമ്പോൾ നിങ്ങൾ അദ്ദേഹത്തിനുമായി ബന്ധപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ശാപമോക്ഷം ലഭിക്കും. ദ്രോണപർവ്വതത്തിലെത്തിയ ഹനുമാൻ എന്തു ചെയ്തു? ഔഷധസസ്യം ഏതെന്ന് അറിയാത്തതിനാൽ ആ പർവ്വതത്തെ തന്നെ എടുത്ത് കൈകൾ പിടിച്ചുകൊണ്ട് ലങ്കയിലേക്ക് പറന്നു. അയോധ്യയുടെ മുകളിലൂടെ ഹനുമാൻ പറക്കുമ്പോൾ എന്തുണ്ടായി? ഭരതൻ്റെ ബാണമേറ്റ് രാമനാമം ചൊല്ലി ഹനുമാൻ നിലം പതിച്ചു. ഭരതൻ എന്തു ചെയ്തു? ചിന്ത, വാക്ക്, പ്രവൃത്തി എന്നിവയിൽ കൂടി രാമനെ ആരാധിക്കുകയും ആ മാർഗത്തിൽ നിന്നും താൻ വ്യതിചരിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ സത്യമാണെങ്കിൽ ഈ വാനരന് അദ്ദേഹത്തിൻ്റെ ആരോഗ്യവും ശക്തിയും ലഭിക്കണമെന്ന് പ്രാർത്ഥിച്ചു. ഹനുമാനിൽ നിന്നും ഇതുവരെയുള്ള വിവരങ്ങൾ അറിഞ്ഞപ്പോൾ എന്തുണ്ടായി? ഭരതൻ രാമൻ്റെ സമീപത്തേക്ക് പോകുവാൻ സുമിത്ര ശത്രുഘ്നനോട് പറയുന്നു. ഭരതൻ ശത്രുഘ്നനോട് എന്താണ് പറഞ്ഞത്? എന്ത് പറഞ്ഞാണ് തടഞ്ഞത്? രാമനിൽ നിന്നും പ്രത്യേക കൽപ്പന ലഭിക്കാതെ ശത്രുഘ്നനെ അയക്കാൻ സാധിക്കില്ല. മാത്രവുമല്ല, രാമൻ്റെ ഇച്ഛയ്ക്ക് വഴങ്ങിക്കൊടുക്കുന്നതാണ് നല്ലതെന്ന് ഭരതൻ പറഞ്ഞു. ദ്രോണപർവ്വതത്തിൽ എന്തൊക്കെ ഔഷധങ്ങളാണ് ഉണ്ടായിരുന്നത്? വിശാലകരണി, സന്ധാനകരണി, സുവർണകരണി, സഞ്ജീവനകരണി എന്നിവ. മരിച്ചു വീണ വാനരന്മാർ ജീവിച്ചത് എങ്ങനെ? സഞ്ജീവനഗിരിയിലെ ഔഷധച്ചെടിയിൽ നിന്നും തട്ടിയ കാറ്റേറ്റ് അവർ ജീവിച്ചു.
സുഷേണന് നന്ദി പറഞ്ഞിട്ട് ഹനുമാൻ എന്തു ചെയ്തു? രാമൻ്റെ ആദേശമനുസരിച്ച് സുഷേണൻ്റെ ഗൃഹം പൂർവസ്ഥിതിയിൽ ലങ്കയിലെത്തിച്ചു. സഞ്ജീവനി ഗിരി അദ്ദേഹത്തിൻ്റെ ഗൃഹത്തിനടുത്ത് സ്ഥാപിച്ചു. ഹനുമാനും അങ്കദനും ആരെയൊക്കെയാണ് വധിച്ചത്? ഹനുമാൻ ധൂമ്രാക്ഷനെയും അങ്കദൻ അകമ്പനെയും വധിച്ചു. രാവണ സൈന്യത്തിലെ ഏതൊക്കെ പ്രധാനികളാണ് 6-ാം ദിവസം വധിക്കപ്പെട്ടത്? നീലനാൽ പ്രഹസ്തനും ഹനുമാനാൽ മഹോദരനും കൊല്ലപ്പെട്ടു. കുംഭകർണപുത്രന്മാരായ കുംഭനും നികുംഭനും കൊല്ലപ്പെട്ടു. ലക്ഷ്മണൻ വധിച്ചത് ആരെയാണ്? അതിപരാക്രമിയായ മകരാക്ഷനെ. രാക്ഷസന്മാരാൽ ഉണർത്തപ്പെട്ട കുംഭകർണൻ രാവണനോട് എന്തു പറഞ്ഞു? വിശ്വമാതാവായ സീതയെ അപഹരിച്ചപ്പോൾ പരതാരങ്ങളെ അപഹരിക്കുമെന്ന മഹാപാപം നീ ചെയ്തിരിക്കുന്നു. നിന്ദയായ ശൂർപ്പണഖയുടെ വാക്കുകേട്ട് നീ നിന്റെ വിവേകം ത്യജിച്ചു. നിന്റെ കർമ്മങ്ങളുടെ ഫലമായി ഈ കൊടും വിപത്ത് തലയിൽ വലിച്ചു കയറ്റി. കുംഭകർണൻ യുദ്ധകളത്തിലെത്തിയപ്പോൾ വിഭീഷണൻ എന്തു ചെയ്തു? തൻ്റെ ജ്യേഷ്ഠനായ കുംഭകർണൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് രാവണനാൽ അപമാനിതനായതും താൻ രാമനെ അഭയം പ്രാപിച്ചതും പറഞ്ഞു. കുംഭകർണൻ വിഭീഷണനെ ആശ്വസിപ്പിച്ചത് എങ്ങനെ? മൃത്യുവിൻ്റെ നിഴൽ രാവണനുമേൽ വീണു കഴിഞ്ഞു. നീ രാക്ഷസവംശത്തിൻ്റെ വിഭൂഷണമാണ്. നീ രാക്ഷസവംശത്തെ പവിത്രമാക്കിയിരിക്കുന്നു. രാമനെ പൂർണ്ണ ഭക്തിയോടെ സേവിക്കുക. ആരാലും പരാജയപ്പെടുത്തുവാനാകാത്ത കുംഭകർണനെ രാമൻ വധിച്ചപ്പോൾ എന്തുണ്ടായി? കുംഭകർണൻ്റെ ശരീരത്തിൽ നിന്നും ഒരു തേജസ് ഉയർന്ന് രാമനിൽ ലയിച്ചു ചേർന്നു. അങ്ങനെ മോക്ഷം നേടി. മേഘനാഥൻ തൻ്റെ ഇന്ദ്രജാലം കൊണ്ട് ഹനുമാന് കാണിച്ചു കൊടുത്തത് എന്താണ്? സീതയെ തുണ്ടം നുറുക്കി വലിച്ചെറിഞ്ഞതായി കാണിച്ചു. ഹനുമാൻ രാമനെ സമീപിച്ച് മേഘനാഥൻ ചെയ്ത ക്രൂരകൃത്യം അറിയിച്ചു. നിരാശനാണെന്ന് കാണപ്പെട്ട രാമനോട് വിഭീഷണൻ എന്താണ് പറഞ്ഞത്? അശോകവനിയിൽ രാവണന് മാത്രമേ പ്രവേശിക്കാൻ കഴിയൂ എന്നും മേഘനാഥൻ വ്യാജസീതയെ നിർമ്മിച്ച് വഞ്ചിക്കുകയായിരുന്നുവെന്നും രാക്ഷസരുടെ ഇടയിൽ ഈ മാതിരി നീചതന്ത്രങ്ങൾ സാധാരണമാണെന്നും വിഭീഷണനും പറഞ്ഞു. മടങ്ങി യുദ്ധക്കളത്തിൽ വന്ന മേഘനാഥൻ എന്തു ചെയ്തു? മറഞ്ഞു നിന്ന് യുദ്ധം ചെയ്ത മേഘനാഥൻ നാഗാസ്ത്രമയച്ച് രാമനെ ബന്ധിച്ചു. മേഘനാഥൻ ചെയ്യാൻ പോകുന്ന യജ്ഞത്തെ മുടക്കുവാൻ ആരെയാണ് നിയോഗിച്ചത്? നികുംഭില ആരാമത്തിൽ യജ്ഞം തുടങ്ങിയപ്പോൾ അത് മുടക്കുവാൻ ഹനുമാനെയും അങ്കദനെയും നിയോഗിച്ചു. മേഘനാഥനെ തോൽപ്പിക്കുവാൻ രാമൻ ആരെ നിയോഗിച്ചു? ലക്ഷ്മണൻ അദൃശ്യനായി പല രൂപങ്ങൾ ധരിച്ച് യുദ്ധം ചെയ്യുന്ന മേഘനാഥനെ എങ്ങനെയാണ് വധിച്ചത്? തൻ്റെ വില്ലിൽ പവിത്രങ്ങളായ അസ്ത്രങ്ങൾ തൊടുത്തുകൊണ്ട് രാമൻ്റെ ശക്തി അതിലേക്ക് ആവാഹിച്ചു. മേഘനാഥൻ ഏത് രൂപത്തിലാണെങ്കിലും അവൻ്റെ നേരെ അയച്ച് ആ അമ്പുകൊണ്ട് മേഘനാഥൻ്റെ മാറിൽ തറച്ച് അവൻ മരിച്ചു വീണു. മേഘനാഥൻ്റെ ജഡം എവിടെ കൊണ്ടു കിടത്തി? ഹനുമാൻ മേഘനാഥൻ്റെ ജഡം ചുമലിലെടുത്തുകൊണ്ട് പോയി ലങ്കാനഗരത്തിൻ്റെ കവാടത്തിൽ കിടത്തി. അധ്യായം 26. ഉപരോധം. തത്വസംഹിത. ദൂതനു പോയ അങ്കദൻ വന്ന് വിവരങ്ങൾ പറഞ്ഞപ്പോൾ ശ്രീരാമൻ പ്രധാന വാനരപ്രമുഖരെ വിളിച്ചു വരുത്തി അവരുമായി എങ്ങനെ ആക്രമണം നടത്തണം, ആരൊക്കെയാണ് സേനാനായകന്മാർ, ഓരോ സൈന്യത്തിനെയും എങ്ങനെ വിന്യസിക്കണം, ഏതു ഭാഗത്ത് എന്നും മറ്റുമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നു. ചർച്ച ചെയ്യാതെ സ്വേച്ഛയാ ഒരു തീരുമാനവും ശ്രീരാമൻ എടുക്കാത്തത് ജനനായകന്മാർക്ക് മാതൃകയാണ്. രാമനാമം മാത്രമായിരുന്നു വാനരസേനയുടെ യുദ്ധകാഹളം. ദുരഭിമാനമുണ്ടെങ്കിൽ വസ്തുസ്ഥിതി ശരിയായി ഗ്രഹിക്കുവാൻ ആകില്ല എന്ന സന്ദേശമാണ് രാവണൻ്റെ അമിതമായ ആത്മവിശ്വാസത്തിൽ നിന്നും നാം പഠിക്കേണ്ടത്. വാനരന്മാരുടെ മുന്നേറ്റത്തിൽ ഭയപ്പെട്ട രാക്ഷസപ്പട പലായനം ചെയ്യുന്നത് കണ്ട രാവണൻ കോപാവേശനാകുന്നു. ഭീരുക്കളായ അവരെ തൻ്റെ ചന്ദ്രഹാസം എന്ന വാളിന് ഇരയാക്കുമെന്ന് രാവണൻ പറയുന്നു. രാത്രിഞ്ചരരായ രാക്ഷസർ രാത്രിയായപ്പോൾ അതിഭീഷണമായി യുദ്ധം ചെയ്തു. മായാജാലം കൊണ്ട് എല്ലായിടത്തും ഇരുട്ട് പരത്തിയപ്പോൾ വാനരസേനയ്ക്ക് ശത്രുവിനെയും മിത്രത്തിനെയും തിരിച്ചറിയുവാനായില്ല. അവർ രാമനിൽ ശരണം പ്രാപിച്ചു. രാമൻ്റെ ആഗ്നേയാസ്ത്രം ഇരുട്ടകറ്റി പ്രകാശം പരത്തി. ലങ്കയിലെ രാജാവിൻ്റെ മന്ത്രിയായിരുന്ന മാല്യവാൻ രാവണൻ്റെ മാതാമഹനുമായിരുന്നു, അമ്മയുടെ അച്ഛൻ. ഇതിനു മുൻപും അദ്ദേഹം രാവണന് സതുപദേശം നൽകിയിട്ടുണ്ട്.
രാവണൻ അത് സ്വീകരിക്കാതെ അദ്ദേഹത്തെ ആട്ടിപ്പായിച്ചു. ഈ വൈകിയ വേളയിലും രാജ്യഭക്തനുമായ അദ്ദേഹം സീതാദേവിയെ തിരികെ നൽകി ലങ്കയെ രക്ഷിക്കുവാൻ രാവണനെ ഉപദേശിക്കുന്നു. ദുരഭിമാനവും അജ്ഞതയും അന്ധനാക്കിയ ഒരാൾ ആരുടെ ഉപദേശവും സ്വീകരിക്കില്ലെന്ന പാഠമാണ് രാവണൻ നമ്മെ വീണ്ടും പഠിപ്പിക്കുന്നത്. ഇന്ദ്രനെ പരാജയപ്പെടുത്തിയ മേഘനാഥന് ഇന്ദ്രജിത്ത് എന്നൊരു പേരും കൂടിയുണ്ട്. സ്വന്തം സാമർഥ്യത്തിൽ അനൽപമായ ഗർവ് അയാൾക്കും ഉണ്ടായിരുന്നു. എത്ര സമർത്ഥനായാലും താമസിക ഗുണങ്ങൾ നാശത്തിലേക്ക് നയിക്കുമെന്ന സന്ദേശമാണ് അച്ഛനും മകനും ലോകത്തിന് നൽകുന്നത്. ഇന്ദ്രജിത്ത് നാനാവിധത്തിലുള്ള ജാലവിദ്യകളിലൂടെ വാനരന്മാരെ നിസ്തേജരാക്കുന്നു. നിരാശയിൽ നിന്നുമാണ് തരംതാണ ജാലവിദ്യ തുടങ്ങിയ പ്രയോഗങ്ങളിലേക്ക് ആളുകൾ പതിക്കുന്നത്. ചതിയിലൂടെ സ്വന്തം കാര്യം നേടുവാനുള്ള പ്രവണതയാണ് അത്. മേഘനാഥനുമായി ഹനുമാൻ ഏറ്റുമുട്ടുന്നു. ലക്ഷ്മണനും ആ സമയത്ത് യുദ്ധസന്നദ്ധനായി എത്തുന്നു. മേഘനാഥനും ലക്ഷ്മണനും തുല്യ ശക്തികളായിരുന്നതിനാൽ ആർക്കും ആരെയും തോൽപ്പിക്കുവാനായില്ല. അതിനാൽ മേഘനാഥൻ ബ്രഹ്മദേവനിൽ നിന്നും ലഭിച്ച ശക്തി എന്ന ആയുധം ലക്ഷ്മണന് നേരെ പ്രയോഗിക്കുന്നു. അതേറ്റ് അദ്ദേഹം ബോധശൂന്യനായി താഴെ വീഴുന്നു. ലക്ഷ്മണന്റെ ശരീരം എടുത്തുകൊണ്ടു പോകുവാൻ മേഘനാഥൻ ശ്രമിച്ചിട്ട് അതൊന്ന് അനക്കുവാൻ പോലും അയാൾക്ക് കഴിയുന്നില്ല. ആദിശേഷന്റെ അവതാരമായ ലക്ഷ്മണനെ എടുക്കുവാൻ ശ്രീരാമന്റെ കാരുണ്യം ലഭിച്ചവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഹനുമാൻ ലക്ഷ്മണനെ തോളിൽ വഹിച്ചുകൊണ്ട് രാമന്റെ സന്നിധിയിൽ എത്തുന്നു. വൃദ്ധനായ ജാമ്പവാൻ ലക്ഷ്മണന് എത്രയും വേഗത്തിൽ സുഷേണൻ എന്ന വൈദ്യനെ ലങ്കയിൽ നിന്നും വരുത്തി ചികിത്സ തുടങ്ങണമെന്ന് പറയുന്നു. ഹനുമാനെ അതിനായി നിയോഗിക്കുന്നു. താൻ വിളിച്ചാൽ വൈദ്യൻ വന്നില്ലെങ്കിലോ എന്ന് കരുതി അദ്ദേഹത്തിൻ്റെ ഭവനം തന്നെ പൊക്കിയെടുത്ത് രാമന്റെ താവളത്തിൽ എത്തിക്കുന്നു. വിശിഷ്ടമായ ഔഷധങ്ങളുള്ള പർവ്വതത്തിൻ്റെ പേര് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഔഷധസസ്യങ്ങൾ എത്തിക്കുവാൻ വൈദ്യൻ പറയുന്നു. ഹനുമാൻ സ്വമേധയാ ആ ദൗത്യം ഏറ്റെടുക്കുന്നു. സുഷേണൻ രാമസവിധത്തിലെത്തിയ വിവരം അറിഞ്ഞ രാവണൻ കാലനേമിയെ വരുത്തി ഹനുമാന് മാർഗതടസ്സം ഉണ്ടാക്കുവാൻ പറയുന്നു. ഹനുമാന്റെ പരാക്രമം അറിയുന്ന അയാൾ രാവണനെ ഉപദേശിക്കുന്നു. കോപാകുലനായ രാവണൻ തന്നെ അനുസരിച്ചില്ലെങ്കിൽ അയാളെ വധിക്കുമെന്ന് പറയുന്നു. രാവണന്റെ കൈകൊണ്ട് മരിക്കുന്നതിലും നല്ലത് രാമന്റെ കൈകൊണ്ട് മരിക്കുന്നതാണെന്ന് കരുതിയ കാലനേമി ഹനുമാന്റെ വഴിയിൽ സുന്ദരമായൊരു തടാകവും ആശ്രമവും സൃഷ്ടിച്ച് അവിടെ ഋഷിയുടെ രൂപത്തിൽ ഇരിക്കുന്നു. യുദ്ധത്തിന് ശേഷം വിശ്രമം ലഭിക്കാതെ തളർന്നിരുന്ന ഹനുമാൻ ശീതളജലം കുടിച്ച് ക്ഷീണം മാറ്റി പോകാമെന്ന് കരുതി ഋഷിയെ സമീപിക്കുന്നു. ദാഹം ശമിപ്പിക്കാനായി കാലനേമി കാണിച്ച തടാകത്തിൽ ഇറങ്ങിയ ഹനുമാന്റെ കാലിൽ ഒരു മുതല പിടിക്കുന്നു. ആ മുതലയെ കൊന്നപ്പോൾ തൽസ്ഥാനത്ത് ഒരു ഗന്ധർവൻ പ്രത്യക്ഷപ്പെട്ടു. കാലനേമിയും താനും ദുർവാസാവിൻ്റെ ശാപത്താൽ യഥാക്രമം രാക്ഷസനും മുതലയുമായി തീർന്നു. കാലനേമിയെ ഹനുമാൻ വധിച്ചു. അങ്ങനെ അയാൾക്കും ശാപമോക്ഷം ലഭിച്ചു. അങ്ങനെ ദുർവാസാവിൻ്റെ ശാപമോക്ഷവും ഫലപ്രദമായി. ആ കാലത്ത് ജീവിച്ചിരുന്ന മുനിമാരെല്ലാവരും ത്രികാലജ്ഞാനികളാണെന്നും ദുർവൃത്തിക്ക് ശിക്ഷയായി ശാപം നൽകിയാലും ശാപമോക്ഷത്തിനുള്ള മാർഗം കൂടി ഉപദേശിക്കുന്നതിനാൽ കരുണ ഉള്ളവരായിരുന്നുവെന്നും നാം മനസ്സിലാക്കുന്നു. ആത്മീയമായ ഉന്നതിയുടെ ഒരു ലക്ഷണം കാരുണ്യമാണ്. സഞ്ജീവനി അന്വേഷിച്ച് ദ്രോണപർവ്വതത്തിലെത്തിയ ഹനുമാന് ഔഷധസസ്യങ്ങൾ കണ്ടുപിടിക്കുവാനായില്ല. അതിനാൽ ആ പർവ്വതം തന്നെ വഹിച്ചുകൊണ്ട് ഹനുമാൻ തിരികെ ലങ്കയിലേക്ക് പറന്നു. അയോധ്യ നഗരിയുടെ മുകളിലൂടെ പോകുന്ന ഹനുമാന്റെ നിഴൽ കണ്ട ഭരതൻ അതൊരു രാക്ഷസനായിരിക്കുമെന്ന് കരുതി അമ്പയച്ചു. അതേറ്റ ഹനുമാൻ രാമ എന്ന് വിളിച്ചുകൊണ്ട് നിലംപതിച്ചു. ഹനുമാനിൽ നിന്ന് വിവരങ്ങളെല്ലാം മനസ്സിലാക്കിയ ഭരതൻ താൻ ചിന്ത, വാക്ക്, പ്രവൃത്തി എന്നിവയിലൂടെ രാമനെ ആരാധിക്കുകയും ആ മാർഗത്തിൽ നിന്നും വ്യതിചലിക്കാതിരിക്കുകയും ചെയ്യുന്നത് സത്യമാണെങ്കിൽ ഹനുമാന് ആരോഗ്യവും ശക്തിയും വീണ്ടുകിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ഭരതന്റെ ആത്മാർത്ഥമായ ഭ്രാതൃസ്നേഹവും ഭക്തിയും ഹനുമാന് മനസ്സിലാകുന്നു. ലക്ഷ്മണന്റെ രക്ഷയ്ക്ക് വേണ്ടി പെട്ടെന്ന് മടങ്ങിപ്പോകുവാൻ ഭരതൻ ഹനുമാനോട് അപേക്ഷിക്കുന്നു. ഹനുമാൻ പെട്ടെന്ന് തന്നെ മടങ്ങിപ്പോകുന്നു. ലക്ഷ്മണന്റെ വിവരമറിഞ്ഞ സുമിത്രയുടെ പ്രതികരണം ശ്ലാഘനീയമാണ്. തൻ്റെ പുത്രൻ ശ്രീരാമസേവനത്തിൽ മുഴുകിയിരിക്കുന്നതിനാൽ ആ മാതാവ് ആഹ്ലാദിക്കുന്നു. സുമിത്രയുടെ ഹൃദയവിശാലതയാണ് നാം ഇവിടെ കാണുന്നത്. തൻ്റെ മകനായ ശത്രുഘ്നൻ കൂടി രാമന്റെ സമീപത്തേക്ക് പോകട്ടെ എന്ന് സുമിത്ര
നിർദ്ദേശിക്കുന്നു. പക്ഷേ രാമൻ്റെ കൽപ്പനയില്ലാതെ അങ്ങനെ ചെയ്യുന്നത് അനുവദിക്കുവാനാവില്ലെന്ന് ഭരതൻ പറയുന്നു. ഭരതൻ്റെ അനുസരണയും അച്ചടക്കവും ഭക്തിയുമാണ് ഇവിടെ വെളിപ്പെടുന്നത്. ലങ്കയിൽ ശ്രീരാമൻ തൻ്റെ മാനുഷവേഷം നന്നായി ആടുന്നു. ലക്ഷ്മണൻ ബോധശൂന്യനായി കിടക്കുന്നത് കണ്ട് ഹനുമാൻ മടങ്ങിവരാൻ താമസിക്കുന്നതും കണ്ട് സാധാരണക്കാരനെ പോലെ രാമൻ ഉത്കണ്ഠ പ്രദർശിപ്പിക്കുന്നു. പെട്ടെന്ന് തന്നെ ഹനുമാൻ ഔഷധവുമായി എത്തിയപ്പോൾ അവരെല്ലാവരും ആഹ്ലാദിക്കുന്നു. ശ്രീരാമനോട് വാനരങ്ങൾക്കുള്ള ഭക്തിയും ആദരവും നിസ്വാർത്ഥമാണ്. ഒരു നായകൻ എങ്ങനെയാണ് തൻ്റെ അനുയായികളെ പ്രചോദിപ്പിക്കുന്നത് എന്നതിന് മാതൃകയാണ് ശ്രീരാമൻ. വിശാലകരണി, സന്ധാനകരണി, സുവർണകരണി, സഞ്ജീവനി എന്നീ ഔഷധ സസ്യങ്ങളിൽ നിന്നും ഔഷധം നിർമ്മിച്ച് വൈദ്യനായ സുഷേണൻ ലക്ഷ്മണനെ സേവിപ്പിച്ചു. അതോടെ സമ്പൂർണ്ണ ബോധത്തോടെ എഴുന്നേറ്റിരുന്ന് സഞ്ജീവനിയുടെ കാറ്റ് തട്ടി വാനരന്മാരെല്ലാവരും പുനരുജ്ജീവിക്കപ്പെട്ടു. ശ്രീരാമൻ സുഷേണനോട് കൃതജ്ഞ പ്രകാശിപ്പിക്കുന്നു. രാവണന്റെ പ്രതികാരം കൊണ്ട് ഉപദ്രവമുണ്ടാകുമെങ്കിൽ താൻ രക്ഷിക്കുമെന്ന് വാക്കു നൽകുന്നു. അദ്ദേഹത്തെയും വസതിയെയും പൂർവ്വസ്ഥാനത്ത് എത്തിക്കുന്നതിനും ഈ സേവനത്തിന് സ്മാരകമായി സഞ്ജീവനി കുന്ന് അദ്ദേഹത്തിൻ്റെ ഭവനത്തിനു സമീപം സ്ഥാപിക്കുന്നതിനും ഹനുമാന് അനുജ്ഞ നൽകി. അടുത്ത 6 ദിവസങ്ങളിൽ രാവണന്റെ പുത്രന്മാരുടെ സേനാനായകത്വത്തിൽ രാക്ഷസർ ധീരരായി പോരാടിയെങ്കിലും എല്ലാവരും കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. കുംഭകർണ പുത്രന്മാരായ കുംഭനും നികുംഭനും 6-ാം ദിവസം വീരസ്വർഗം പ്രാപിച്ചു. സേനാനായകന്മാർ ഓരോരുത്തരായി മരിച്ചു വീണപ്പോൾ ദുഃഖിതനായ രാവണൻ ഗാഠനിദ്രയിലായിരുന്ന കുംഭകർണനെ ഉണർത്തുന്നു. വിശ്വമാതാവായ സീതാദേവിയെ അപഹരിച്ചുവെന്ന കൊടും പാപം ചെയ്ത രാവണൻ കളങ്കിതനായിരിക്കുന്നുവെന്നും ലങ്കയ്ക്ക് നാശം വരുത്തിയിരിക്കുന്നുവെന്നും കുംഭകർണൻ പറഞ്ഞു. ശൂർപ്പണഖയുടെ നിന്ദ്യമായ കാമഭ്രാന്തും മൂലം ഉണ്ടായ വാക്കുകൾ കേട്ട് വിവേകവും ധർമ്മവും വലിച്ചെറിഞ്ഞ രാവണൻ കൊടും വിപത്ത് വരുത്തിയെന്ന് കുംഭകർണൻ കുറ്റപ്പെടുത്തി. മിഥ്യാഭിമാനം കളഞ്ഞ് രാമന് കീഴടങ്ങി രാജ്യത്തെയും ധർമ്മത്തെയും രക്ഷിക്കുവാൻ ഉപദേശിച്ചു. വിവേകവും ധർമ്മനിഷ്ഠയും നഷ്ടപ്പെട്ട് കാമത്തിനും മിഥ്യാഭിമാനത്തിനും വശംവദരാകുന്ന ഒരാളെ നേർവഴി നയിക്കുക അസാധ്യമാണെന്ന് രാവണൻ നമ്മെ പഠിപ്പിക്കുന്നു. ദുർജനങ്ങളുടെ വാക്കുകൾ ശ്രദ്ധിക്കുന്നതും നാശത്തിലേക്ക് തന്നെ നയിക്കും. അതുകൊണ്ടാണ് ചീത്ത കൂട്ടുകെട്ട് ഉപേക്ഷിക്കണമെന്ന് സ്വാമി ഉപദേശിക്കുന്നത്. കുംഭകർണൻ പടക്കളത്തിലെത്തിയപ്പോൾ വിഭീഷണൻ അദ്ദേഹത്തെ നമസ്കരിച്ച് തൻ്റെ നിസ്സഹായത വെളിപ്പെടുത്തുന്നു. വിഷമിക്കേണ്ടതില്ലെന്നും മൃത്യുവിൻ്റെ നിഴൽ വീണ രാവണനെ ആർക്കും രക്ഷിക്കുവാനാകില്ലെന്നും ജീവിത ലക്ഷ്യം നേടാൻ ശരിയായ മാർഗമാണ് വിഭീഷണൻ സ്വീകരിച്ചതെന്നും കുംഭകർണൻ പറയുന്നു. കുംഭകർണൻ്റെ ഘോര യുദ്ധത്തിന് പരിസമാപ്തിയുണ്ടായത് രാമബാണം ഏറ്റ് അദ്ദേഹം മരിച്ചപ്പോഴാണ്. കുംഭകർണൻ്റെ ആത്മാവ് ജ്യോതിരൂപത്തിൽ ശ്രീരാമനിൽ ലയിച്ച് മുക്തി നേടി. സാധനയോ ജപമോ തപമോ ഒന്നും ചെയ്തില്ലെങ്കിലും ഈശ്വരൻ്റെ തൃക്കൈകളാൽ വധിക്കപ്പെട്ടാൽ മോക്ഷം ലഭിക്കുന്നു. മായാവിയായ മേഘനാഥൻ ഹനുമാന്റെ മുന്നിൽ വച്ച് വ്യാജസീതയെ തുണ്ടുതുണ്ടായി മുറിക്കുന്നു. അത് സീതാദേവിയാണെന്ന് കരുതി എല്ലാവരും അസ്തപ്രജ്ഞരാകുന്നു. പക്ഷേ ഇത് കപടമാണെന്നും രാവണനല്ലാതെ മറ്റാരും അശോകവനത്തിൽ പ്രവേശിക്കില്ലെന്നും പറഞ്ഞ് വിഭീഷണൻ അവരെ ആശ്വസിപ്പിക്കുന്നു. ഈ നീചമായ തന്ത്രങ്ങൾ രാക്ഷസന്മാരുടെ പതിവാണെന്നും അദ്ദേഹം പറയുന്നു. മറഞ്ഞു നിന്ന് യുദ്ധം ചെയ്യുന്ന മേഘനാഥൻ നാഗാസ്ത്രം പ്രയോഗിച്ച് ശ്രീരാമനെ ബന്ധനസ്ഥനാക്കുന്നു. ജാംബവാൻ മേഘനാഥനെ എതിരിട്ട് നിസ്സഹായനാക്കുന്നു. അയാൾ നികുംഭില എന്ന ആരാമത്തിലേക്ക് പോകുന്നു. അവിടെ ചെയ്യുന്ന യജ്ഞം പൂർത്തിയാക്കിയാൽ മേഘനാഥനെ ജയിക്കുവാൻ ആർക്കും കഴിയില്ല എന്ന് വിഭീഷണൻ പറയുന്നു. യജ്ഞം മുടക്കുവാനായി ഹനുമാനും അംഗദനും അനുജ്ഞ നൽകിയ ശ്രീരാമൻ മേഘനാഥനെ വധിക്കണമെന്ന് ലക്ഷ്മണനോട് കൽപ്പിക്കുന്നു. ലക്ഷ്മണന്റെ നേതൃത്വത്തിൽ അവർ നികുംഭിലയിലെത്തുന്നു. യജ്ഞത്തിലേർപ്പെട്ടിരുന്ന മേഘനാഥനെ പിടിച്ചു വലിച്ച് ആക്രമിച്ച് യജ്ഞം മുടക്കുന്നു. അദൃശ്യനായ മേഘനാഥനെ ഏത് രൂപത്തിലാണെങ്കിലും വധിക്കണമെന്ന് പ്രാർത്ഥിച്ച് രാമന്റെ ചൈതന്യം ആവാഹിച്ച് ലക്ഷ്മണൻ അയച്ച അമ്പേറ്റ് മേഘനാഥൻ മരിക്കുന്നു. മേഘനാഥന്റെ ജഡം ചുമലിൽ വഹിച്ചുകൊണ്ട് ഹനുമാൻ അത് ലങ്കാനഗരത്തിൻ്റെ കവാടത്തിൽ കിടത്തി തിരികെ വരുന്നു. അവതാരപുരുഷൻ സാധാരണ മനുഷ്യനെ പോലെ പെരുമാറിക്കൊണ്ട് തൻ്റെ ശ്രേഷ്ഠമായ ഗുണങ്ങളാൽ മറ്റുള്ളവർക്ക് മാതൃകയായി തീരുന്നത് നാം കാണുന്നു. ശ്രീരാമപക്ഷത്തിൽ നിന്നും ആരും സ്വമേധയാ തീരുമാനങ്ങൾ എടുക്കുന്നില്ല. ചെറിയ കാര്യങ്ങളിൽ പോലും എല്ലാവരും രാമന്റെ ആജ്ഞയാണ് അനുസരിക്കുന്നത്.
സേനാനായകന്മാരെല്ലാം തന്നെ ശൂരവീര പരാക്രമികളും ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും ശ്രേഷ്ഠരും ആയിരുന്നുവെന്ന് നാം ഓർക്കണം. അവരുടെ അച്ചടക്കം, അനുസരണ, ആദരവ് എന്നിവ അനുകരണീയ യോജ്യമാണ്. രാവണപക്ഷത്താകട്ടെ വീരന്മാരായ രാക്ഷസന്മാരാണ് ഉണ്ടായിരുന്നത്. രാവണനോട് അവർക്കുള്ള കൂറ് പ്രശംസനീയമാണ്. പക്ഷേ അധർമ്മിയായ ഒരാളെ തിരുത്തുവാൻ കഴിഞ്ഞില്ലെങ്കിൽ അയാളോട് സംഘം പുലർത്തുന്നത് എല്ലാവരെയും നാശത്തിലേക്ക് തള്ളി വീഴ്ത്തും എന്ന പാഠമാണ് നമുക്ക് ലഭിക്കുന്നത്. രാമായണത്തിലെ എല്ലാ കഥാപാത്രങ്ങളും എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്ന സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. ജയ് സായിരാം.